വനിതാ മതിലിന് സർവീസ് നടത്താൻ വിസമ്മതിച്ച ബസ് അടിച്ചു തകർത്തതായി പരാതി. പാലക്കാട് കൊല്ലങ്കോട്ടാണ് ബസിന്റെ മുന്നിലെ ഗ്ലാസ് അടിച്ചു തകർത്തത്. പെർമിറ്റ് ഇല്ലാത്തതിനാലാണ് വനിതാ മതിലിന് സർവീസ് നടത്താൻ വിസമ്മതിച്ചത് എന്ന് ബസ് ഉടമ പറഞ്ഞു. ടി കെ ഹരീഷ് വിവരങ്ങൾ നൽകും. ഹരീഷ്, എന്താണ് സംഭവിച്ചത്? അരുൺ, ഇന്ന് രാവിലെയാണ് തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ് ചിലർ അടിച്ച് അതിന്റെ മുൻപിലുള്ള ഗ്ലാസ് തകർത്തത്. അതുപോലെ തന്നെ മറ്റു ചില കേടുപാടുകളും ബസ്സിന് വരുത്തിയിട്ടുണ്ട്. ഈ രാവിലെ നിർത്തിയിട്ടിരുന്ന ബസ്സായിരുന്നു ഇത്തരത്തിൽ അടിച്ചു തകർത്തത്. ഇതിന് ബസ് ഉടമ പറയുന്നത് 2 ദിവസം മുൻപ് വനിതാ മതിലിന് ആളുകളെ കൊണ്ടുപോകാനായി ബസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബസ് വിട്ടുകൊടുക്കാനാവില്ല എന്ന് അറിയിച്ചു. അതിനെ തുടർന്ന് അതിന്റെ പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ബസ് അടിച്ചു തകർക്കുന്ന സ്ഥിതി ഉണ്ടായതെന്നാണ് ബസ് ഉടമ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഈ ബസ്സിന് പെർമിറ്റ് ഇല്ലാതിരുന്നുകൊണ്ടാണ് വനിതാ മതിലിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചത്. ആ സമയത്ത് തന്നെ ഭീഷണി ഉണ്ടായിരുന്നതായും ബസ് ഉടമ പറയുന്നു. എന്നാൽ ഈ സംഭവം നിഷേധിച്ചുകൊണ്ട് പ്രാദേശിക CPM നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. CPM നേതൃത്വം പറയുന്നത് ഈ ബസ് ഒരു പൊതു ടാപ്പിന് സമീപത്ത് നിർത്തിയിട്ട് കഴുകുന്നത് പതിവായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികളും ബസ് ഉടമയും ജീവനക്കാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഉള്ള തർക്കത്തിന് ശേഷമാണ് ബസ് അടിച്ചു തകർത്തതെന്നാണ് CPM നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്നാൽ ബസ് ഉടമയും ജീവനക്കാരും പറയുന്നത് വനിതാ മതിലിന് ആളുകളെ കൊണ്ടുപോകാൻ ബസ് വിട്ടു നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ബസ് അടിച്ചു തകർത്തതെന്നാണ്. അതായത് ഇങ്ങനെ നേരത്തെ ധാരണയുണ്ടായിരുന്നോ? ബസ്സുകൾ സർവീസ് നടത്താം എന്ന തരത്തിൽ ധാരണയിൽ ഏർപ്പെട്ടിരുന്നോ? അതിന് വിസമ്മതിച്ചതാണോ കാരണം? അരുൺ, ഇക്കാര്യത്തിൽ CPM നേതൃത്വം നിരവധി ബസ് ഉടമകളെ വിളിച്ച് വനിതാ മതിലിന് ആളുകളെ കൊണ്ടുപോകാൻ ബസ് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ ഈ ബസിന്റെ തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന കാവിലമ്മ ബസിന്റെ ഉടമയെയും വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ആവശ്യപ്പെട്ട സമയത്ത് തന്നെ 3 ദിവസം മുൻപ് ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ബസ് ഇത്തരത്തിൽ വിട്ടു നൽകാനാവില്ല എന്ന് അറിയിച്ചു എന്നാണ് ഉടമ പറയുന്നത്. അങ്ങനെ അറിയിച്ചതിന്റെ പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്കാണ് ബസ് അടിച്ചു തകർത്തതെന്നും ബസ് ഉടമ ആരോപിക്കുന്നു. അരുൺ.